നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. അനധികൃത കുടിയേറ്റം തടയുന്നില്ലെങ്കിൽ കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് വൻതോതിൽ തീരുവ ചുമത്താനുള്ള പദ്ധതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ട്രംപ് മറ്റൊന്നുകൂടി പറഞ്ഞിരുന്നു കാനഡയോട്. ടാരിഫുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ലേ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഭാഗമാകുക. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് റിപ്പബ്ലിക് നേതാവിന്റെ ഗോൾഫ് എസ്റ്റേറ്റിൽ ഇരുവരും ഭക്ഷണം കഴിക്കുമ്പോൾ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപിന്റെ ഈ നിർദ്ദേശം വൻതോതിലുള്ള തീരുവ ചുമത്തുമെന്ന് ട്രംപ് ഉറപ്പിച്ചതിന് ശേഷം കനേഡിയൻ പ്രധാനമന്ത്രി യുഎസിലേക്ക് അപ്രതീക്ഷിത യാത്ര നടത്തിയ സാഹചര്യത്തിലാണ് ട്രംപ് ട്രൂഡോ കൂടിക്കാഴ്ച അന്ന് നടന്നത്. ട്രംപ് ട്രൂഡോ കൂടിക്കാഴ്ചയ്ക്കിടയിൽ രണ്ട് നേതാക്കളും മാർ എ ലോഗോയിൽ അത്താഴത്തിനിരിക്കുമ്പോഴാണ് ഈ നിർദ്ദേശം ട്രംപ് മുന്നോട്ട് വെച്ചത്. ഇപ്പോൾ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ രാജ്യപ്രഖ്യാപനത്തിന് പിന്നാലെ ഡൊണാൾഡ് ട്രംപ് തന്റെ നിലപാട് ഉറപ്പിച്ചു പറഞ്ഞു. കാനഡയുമായുള്ള വ്യാപാര കമ്മി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സഹിക്കില്ലെന്ന് അറിയാവുന്നതിനാലാണ് ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചതെന്നും നിരവധി കനേഡിയന്മാർക്ക് ഈ രാജ്യം അമേരിക്കയുടെ 51ാമത്തെ സംസ്ഥാനമാകാൻ ആഗ്രഹിക്കുന്നുവെന്നും നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. കാനഡയിലെ നിരവധി ആളുകൾ 51ാമത്തെ സംസ്ഥാനമാകുന്നത് ഇഷ്ടപ്പെടുന്നു. കാനഡയ്ക്ക് വേണ്ടി വൻ വ്യാപാര കമ്മികളും സബ്സിഡികളും അമേരിക്കയ്ക്ക് ഇനി തുടരാൻ കഴിയില്ല. ജസ്റ്റിൻ ട്രൂഡോ ഇത് അറിയുന്നതിനാൽ രാജിവെക്കുകയും ചെയ്തു. കാനഡ യുഎസുമായി ലയിച്ചാൽ താരിഫുകൾ ഉണ്ടാകില്ല, നികുതികൾ കുറയും, നിരന്തരം അവരെ ചുറ്റിപ്പറ്റിയുള്ള റഷ്യൻ ചൈനീസ് കപ്പലുകളുടെ ഭീഷണികളിൽ നിന്ന് അവർ പൂർണ്ണമായും സുരക്ഷിതരായിരിക്കും. ഒരുമിച്ചാൽ അത് എത്ര മഹത്തായ രാഷ്ട്രമായിരിക്കും, ട്രംപ് കുറിച്ചു. 9 വർഷമായി പ്രധാനമന്ത്രി സ്ഥാനത്തുണ്ടായിരുന്ന ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ച് തെരഞ്ഞെടുപ്പുകളിൽ ട്രൂഡോയുടെ പാർട്ടിയുടെ മോശം പ്രകടനമായിരിക്കെയാണ് പദവി ഒഴിയുന്നത്. ലിബറൽ പാർട്ടിയുടെ ദേശീയ കോക്കസ് യോഗം ബുധനാഴ്ച ചേരാനിരിക്കെയാണ് രാജി. ലിബറൽ പാർട്ടിക്കകത്ത് തന്നെ ട്രൂഡോ സ്ഥാനമൊഴിയണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. ഇന്ത്യയുമായുള്ള കാനഡയുടെ ബന്ധവും വഷളായതും ട്രൂഡോയുടെ കാലത്താണ്. ഖലിസ്ഥാനി ഭീകരൻ ഹർദീപ് സിംഗ് നിജ്ജാറിന്റെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം ഇന്ത്യൻ സർക്കാരിന് മേൽ അടിച്ചേൽപ്പിക്കാൻ ട്രൂഡോ ശ്രമിച്ചിരുന്നു. കൊലപാതകം ആസൂത്രണം ചെയ്തത് ഇന്ത്യൻ സർക്കാർ എന്നായിരുന്നു ട്രൂഡോയുടെ ആരോപണം. എന്നാൽ ഇന്ത്യ ട്രൂഡോയുടെ ആരോപണങ്ങൾ തുടർച്ചയായി നിഷേധിച്ചിരുന്നു. ഒരു തെളിവുമില്ലാതെയായിരുന്നു മുൻ പ്രധാനമന്ത്രിയുടെ ഈ ആരോപണം. ഇതോടെ ഇരു രാജ്യങ്ങളുടെയും ഉഭയകക്ഷി ബന്ധത്തിൽ ഉലച്ചിലുകൾ ഉണ്ടാവുകയും ബന്ധം വഷളാവുകയും ചെയ്തു. ഈ ആഴ്ച തന്നെ രാജിവെച്ചേക്കുമെന്ന് വാർത്തകൾക്കിടയിലാണ് ട്രൂഡോയുടെ പെട്ടെന്നുള്ള പ്രഖ്യാപനം. ലിബറൽ പാർട്ടിയുടെ നേതൃസ്ഥാനവും പ്രധാനമന്ത്രി പദവും അദ്ദേഹം ഒഴിഞ്ഞു. അടിയന്തര പാർട്ടി യോഗത്തിനു മുമ്പേ രാജി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടെന്ന് മുൻപ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ലിബറൽ പാർട്ടി പുതിയ നേതാവിനെ പ്രഖ്യാപിക്കും വരെ ട്രൂഡോ പ്രധാനമന്ത്രി പദത്തിൽ തുടരുമോ അതോ ചുമതല മറ്റാർക്കെങ്കിലും നൽകുമോ എന്നും വ്യക്തമല്ല. ധനമന്ത്രി ഡൊമിനിക് ലെബ്ലാങ്കിനെ ഇടക്കാല പ്രധാനമന്ത്രിയാക്കാൻ ട്രൂഡോ ആലോചിക്കുന്നുണ്ടെന്നും അറിയുന്നു. എന്നാൽ ലിബറൽ നേതൃസ്ഥാനത്തേക്ക് മത്സരിക്കാൻ ലെബ്ലാങ്ക് തീരുമാനിച്ചാൽ ഇത് നടക്കില്ല. ഒക്ടോബറിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പുതിയ നേതാവിനെ കണ്ടെത്തുക ലിബറൽ പാർട്ടിക്ക് വെല്ലുവിളിയാണ്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.